ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് ആ, നിരന്തരം ആറാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഈ റഷ്യയുടെ മേലാണ് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ ഒരു ബി ടീമായി വളർന്നു വരുന്ന ഒരു രാജ്യമാണ്. എല്ലാ കാലത്തും റഷ്യ ഇന്ത്യയുടെ കൂടെ ഉണ്ടായിരുന്നു. റഷ്യയിൽ നിന്ന് നമ്മൾ വളരെ ഗംഭീരമായിട്ടുള്ള സഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മോഡേൺ എക്യുപ്മെന്റ്സ് വാങ്ങിക്കുന്നു. അമേരിക്കയുടെ എക്യുപ്മെന്റ്സിനെ കവച്ചു വയ്ക്കാൻ പറ്റുന്ന ആയുധങ്ങൾ വാങ്ങിക്കുന്നു. അതേസമയം റഷ്യക്ക് നമ്മളെ കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് റഷ്യ എപ്പോഴൊക്കെ തകരുന്നു അപ്പോഴെല്ലാം ഇന്ത്യ റഷ്യയുടെ കൂടെ ഗംഭീരമായിട്ട് നിന്നിട്ടുണ്ട്. ഇന്ത്യ, ചൈന, റഷ്യ ഈ മൂന്ന് പേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അതൊരു വലിയൊരു ടീമാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കിയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് ഇതിനെ എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ളത് കൊണ്ട് ചൈനയ്ക്ക് താരിഫ് അടിച്ചു കൊടുക്കുന്നു, ഇന്ത്യക്ക് താരിഫ് അടിച്ചു കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിഭീകരമായിട്ടുള്ള ശ്രമങ്ങളാണ് പല ഭാഗത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോ ഡൊണാൾഡ് ട്രംപ് കുറച്ചുകൂടെ ഒളിയും മറയും ഇല്ലാതെ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ റഷ്യയെ തകർക്കണം എന്നുള്ള രീതിയിൽ എത്തിയിരിക്കുകയാണ്. ഇന്ത്യയും ചൈനയും കൂടെ അതിനകത്ത് ട്രംപ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഇത് നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ ഇരിക്കുന്നത് ഉണ്ണാക്കന്മാരല്ലല്ലോ. അതായത് നമ്മളിവിടെ ഇരുന്ന് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. മുകളിലിരിക്കുന്ന ഒരുത്തൻ ഇത് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് അറിഞ്ഞിട്ടാണ് 8 ദിവസം കൊണ്ട് 5 രാജ്യങ്ങൾ സന്ദർശിച്ച് നമ്മുടെ നാട്ടിലോട്ട് തിരിച്ചു വന്നത്. നമ്മളത് പറഞ്ഞിരുന്നു. കാരണം ട്രംപിന്റെ ഈ കരാർ വരുന്നതിന് മുമ്പേ മോദി 8 ദിവസം കൊണ്ട് 5 രാജ്യങ്ങൾ സന്ദർശിക്കാൻ പോകുന്ന ഒരു സൂചനയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ സൂചനയ്ക്ക് അന്ന് നമ്മൾ എടുത്ത ആ വാർത്തയുടെ ഒരു മറുപടിയാണ് നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പോകുന്നത്. അതായത് സെക്ഷനിങ് റഷ്യ ആക്ട് 2025 എന്നൊരു ബില്ല് അമേരിക്ക ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബില്ല് പ്രകാരം റഷ്യയിൽ നിന്ന് യുറേനിയവും റഷ്യയിൽ നിന്ന് ഓയിലും വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 500% താരിഫാണ് ട്രംപ് ഏർപ്പെടുത്താൻ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഒന്ന് ഇന്ത്യ, ഒന്ന് ചൈന. കാരണം നമ്മുടെ രാജ്യത്തിന്റെയും ചൈനയുടെയും 70% ഊർജ ഉൽപാദനം ഈ റഷ്യയിൽ നിന്ന് വരുന്ന ഈ ഓയിൽ, യുറേനിയം ഒക്കെ കൊണ്ടാണ് നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് അമേരിക്ക ഒന്നടങ്കം എടുത്ത തീരുമാനമുണ്ട്. അപ്പൊ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായിട്ടുള്ള ലിൻഡ്സേ ഗ്രഹാമും ഡെമോക്രാറ്റ് പാർട്ടി നേതാവ് റിച്ചാർഡ് ബ്ലൂമറും US കോൺഗ്രസിൽ ഈ ബില്ല് അവതരിപ്പിക്കുകയുണ്ടായി. റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ, വാതകം അല്ലെങ്കിൽ യുറേനിയം വാങ്ങിയാൽ ആ രാജ്യത്തിൽ നിന്ന് US ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് 500% തീരുവ ചുമത്തുമെന്നാണ് ഈ ബില്ലിൽ പറയുന്നത്. ലോകം ഊർജ്ജത്തിനായി റഷ്യയെ ആശ്രയിക്കാതിരിക്കാനും യുക്രൈൻ യുദ്ധത്തിന് റഷ്യ ശിക്ഷിക്കപ്പെടാനുമാണ് ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. റഷ്യയുടെ യുദ്ധ ഫണ്ട് കുറയ്ക്കാൻ ബില്ല് ആവശ്യമാണെന്ന് അവർ പറയുന്നു. റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ ബില്ല് അവതരിപ്പിച്ചതെന്ന് പറയുന്നു. ഈ ബില്ലില് ഒരു മുട്ടക്കാട്ടൻ ഒരു ബില്ലാണ്. ആ ബില്ലിനകത്തുള്ള ഒരുപാട് പോയിന്റുകൾ ഇങ്ങനെ പോയിന്റ് സാമ്പത്തിക ഉപരോധമുണ്ട്, 500% തീരുവ വർധനവുണ്ട്, നിക്ഷേപ നിരോധനമുണ്ട്, യുറേനിയം ഇറക്കുമതി നിരോധിക്കുക എന്നുള്ളതുണ്ട്, ആസ്തി മരവിപ്പിക്കലും വിസ നിരോധനമുണ്ട്. അങ്ങനെ റഷ്യയെ സമ്പൂർണ്ണമായിട്ട് പെടുത്തുക. അപ്പോ സ്വാഭാവികമായിട്ട് റഷ്യയിൽ നിന്നാണ് നമ്മൾ എണ്ണയും പിണ്ണാക്കും മേടിക്കുന്നത്. ഇന്ത്യ ഈ കാര്യത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല. കാരണം ഈ റഷ്യ യുക്രൈൻ യുദ്ധം വന്നപ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കരുത് എന്ന് മോദിയോട് ട്രംപ് പറഞ്ഞപ്പോൾ ഞങ്ങൾ മേടിക്കും എന്ന് പറഞ്ഞ് എണ്ണയും മേടിച്ച് ആ എണ്ണയുടെ സംസ്കരിച്ച് അത് യൂറോപ്പിന് മറിച്ചു വിറ്റ ഒരു രാജ്യമാണെന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ചെയ്തത് ഓക്കെ, ഞങ്ങൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യും കേട്ടോ. അതെന്താണ്? ഇനി മുതൽ ഡോളറിൽ വാങ്ങിക്കുന്നില്ല, ഞങ്ങളുടെ പൈസയിൽ ഞങ്ങൾ വാങ്ങിക്കും എന്നുകൂടെ പറഞ്ഞ് അവന്മാർക്ക് വലിയൊരു വമ്പം പണി. ഇതിന്റെ പിറകെയാണ് ഇന്ത്യ കാണിച്ച ധൈര്യത്തിന്റെ പിറകെയാണ് ചൈന അടക്കം അണിനിരുന്നത്. അതുവരെ പേടിച്ചു നിന്ന് ചൈന പതുക്കെ റഷ്യയുടെ ബാക്കിൽ വന്ന് മുട്ടിയിട്ട് ഞങ്ങളുടെ യുവാൻ തരാം, നിങ്ങൾ എണ്ണ തരുമോ, നിങ്ങളുടെ റൂബിളിൽ നമ്മൾ നടത്താമെന്ന് പറഞ്ഞു അവരും കച്ചവടം തുടങ്ങി. സൗദി അറേബ്യ കച്ചവടം തുടങ്ങി. ഇപ്പൊ ഇങ്ങനെ ഒരു പണി വരുമെന്ന് മോദിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് നരേന്ദ്രമോദി നമീബിയയിലേക്ക് പോയത്. നമീബിയയില് സൗത്ത് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ എണ്ണപ്പാടം, അതായത് സൗദി അറേബ്യ എണ്ണപ്പാടങ്ങൾ വെല്ലുന്ന എണ്ണപ്പാടങ്ങളാണ് അവിടെ ഉള്ളത്. യുറേനിയം ശേഖരമാണ് അവിടെ ഉള്ളത്. അവിടെ നിന്ന് യുറേനിയം ഇറക്കാനുള്ള കരാറായി എന്ന് പറയുന്നു. അവിടെയുള്ള എണ്ണപ്പാടം സമ്പൂർണ്ണമായി ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരാനാണോ നരേന്ദ്രമോദിയുടെ പദ്ധതി? എന്തായാലും ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു നിമിഷങ്ങളുണ്ടല്ലോ. കാരണം കിട്ടാൻ പോകുന്ന പണി മാസങ്ങൾക്ക് മുമ്പേ കണ്ട് ആ പണി കിട്ടുന്നതിന് മുമ്പേ തന്നെ തിരിച്ചൊരു പണി കൊടുക്കുക എന്നുള്ള ഒരു ലൈനിലാണ് നരേന്ദ്രമോദി പ്രവർത്തിക്കുന്നതെന്ന് തോന്നിപ്പോകും. എന്ത് തോന്നുന്നു? അല്ല, ഈ എണ്ണപ്പാടങ്ങള് എടുത്തിട്ട് ഇപ്പൊ അമേരിക്ക, ഗൾഫ് കൺട്രീസിൽ ചെയ്യുന്ന അങ്ങനെയാണ്. അവര് 99 വർഷത്തേക്കൊക്കെ കരാറാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനെക്കുറിച്ചുള്ള ടെൻഷനും ഇല്ല എണ്ണയെ കുറിച്ച്. ഇപ്പം നമ്മളും അത് വളരെ കാലമായിട്ട് നരേന്ദ്രമോദി കയറിയതിനു ശേഷം അത്തരം നീക്കങ്ങൾ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് നമ്മൾ അതിനുവേണ്ടി നൈജീരിയയുമായിട്ടൊക്കെ നമ്മൾ അതൊക്കെ പറയും ചെറിയ ചെറിയ ഓയിൽ പൂൾസ് ആയിരുന്നു. പിന്നെ നമീബിയയിലെ ഒരു വലിയ ഓയിൽ പൂൾസുകളാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം നമ്മുടെ തന്നെ ഒരുപാട് ഓയിൽ കമ്പനികളുണ്ട്. ആ ഓയിൽ കമ്പനികളായിരിക്കുമല്ലോ അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് മറ്റിടത്ത് നടന്നിട്ടുണ്ട്.
അത് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുറേനിയമാണ്. സമ്പുഷ്ട യുറേനിയം എന്ന് പറഞ്ഞാൽ യുറേനിയത്തിന്റെ പ്രാധാന്യം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇറാൻ യുറേനിയം, സമ്പുഷ്ട യുറേനിയം ഉപയോഗിച്ചു തുടങ്ങിയപ്പോഴാണ് അവിടെ പണി അതെ നടക്കുന്നത്. അതെ അതെ ഏതാ അതെ അതെ കറക്റ്റ്. ശരിക്കും പറഞ്ഞാൽ ആണവായുധത്തിന് മാത്രമല്ല, യുറേനിയം ശരിക്കും ഒരു രാജ്യം ഉപയോഗിക്കുന്നത് അവരുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ആണവ നിലയങ്ങൾ ഒരു രാജ്യത്തുള്ളത്, നമ്മുടെ രാജ്യത്ത് അനവധി ആണവ നിലയങ്ങളുണ്ട്. ആണവ നിലയങ്ങളെല്ലാം നമ്മൾ അണുബോംബ് ഉണ്ടാക്കാനല്ല ഉപയോഗിക്കുന്നത്. നമ്മുടെ ഊർജ്ജ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആണവ ഊർജ്ജം ഉപയോഗിക്കുന്നത്. കാരണം ഇനി ലോകത്ത് ആണവോർജ്ജത്തിന് വലിയ ഇമ്പോർട്ടന്റ് വരികയാണ്. കാരണം ഈ ജലവൈദ്യുത പദ്ധതികളൊന്നും എല്ലായിടും സക്സസ് ആയില്ല. നമ്മുടെ രാജ്യത്തൊന്നും ജലവൈദ്യുത പദ്ധതികൾ എല്ലായിടവും ഇല്ല. നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ളത് സോളാർ, അതുപോലെ തന്നെ ഈ ആണവോർജ്ജങ്ങൾ. എനിക്ക് തോന്നുന്നു NDPC പോലും അത്ര സക്സസിലേക്ക് എത്തിയില്ലെന്നാണ് തോന്നുന്നത്. കേരളത്തിലെ താപവൈദ്യുത നിലയം അത് വലിയ ഇതിലേക്ക് എത്തിയില്ല എന്നാണ് തോന്നുന്നു, അറിയില്ല. കാരണം കൽക്കരി വേണം ഇതിന് വലിയ രീതിയിൽ അത് ഉത്പാദിപ്പിക്കാനായിട്ട്. പക്ഷെ വൈദ്യുതി നിലയങ്ങളുണ്ട്. കേരളത്തിലെ ചിലപ്പോൾ ഫെയിൽ ആയതായിരിക്കാം, ബാക്കിയുള്ളത് സക്സസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് വേണം. അതുകൊണ്ട് ആണവ നിലയങ്ങൾ ഇനി അനവധി വരുന്നുണ്ട്. റഷ്യയുടെ തന്നെ 6-7 ആണവ നിലയങ്ങൾ കൂടി ഇനി നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അത് ചെറുകിട ആണവ നിലയങ്ങളുണ്ട്, വലിയ രീതിയിലുണ്ട്. അത് ഈ ഊർജ്ജ ഉത്പാദനത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതിന് അനിവാര്യമായിട്ടുള്ള ഘടകം യുറേനിയമാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നരേന്ദ്രമോദി നമീബിയയിൽ പോവുകയും അതിൽ കരാർ ഒപ്പിടുകയും ചെയ്തു. ഇനി ഭാവിയിൽ റഷ്യയിൽ നിന്ന് നമുക്കത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ കൊണ്ടുവരികയല്ല, ഇതിവിടെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ അനിവാര്യമായി വരും. ഇത് കൊണ്ടുവരുന്ന ഷിപ്പുകൾക്കും മറ്റുമൊക്കെ നിരോധനത്തിന്റെ പരിധിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഷിപ്പുകൾ സ്വകാര്യ വ്യക്തികളുടെ, സ്വകാര്യ കമ്പനികളുടെ ആയിരിക്കും, മറ്റു രാജ്യങ്ങളുടെ ആയിരിക്കും. അവരിതിൽ വരില്ല, അവർ ഭയന്ന് മാറും. അങ്ങനെയുള്ള ഒരു നമുക്ക് സുഗമമായ ട്രേഡിംഗ് നടക്കില്ല. ഈ ഉപരോധം വന്നു കഴിഞ്ഞാൽ പ്രധാന വിഷയം അതാണ്. നമുക്കിപ്പോൾ താരിഫ് അടിച്ച് തരുന്നത് ഒരു പ്രധാന പ്രശ്നം. അതുകൂടാതെ തന്നെ ഷിപ്പിംഗ് കമ്പനികൾക്ക് ഉൾപ്പെടെ ഈ പറയുന്ന ഉപരോധം വരും. ഈ ഷിപ്പിംഗ് കമ്പനികൾക്ക് ഉപരോധം വന്നാൽ കുഴപ്പം, അവർക്ക് റഷ്യയിൽ നിന്ന് മാത്രമല്ല എണ്ണയോ ഇല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ ഇറക്കുമതി ചെയ്യേണ്ടത് മറ്റു ലോകത്തിന്റെ രാജ്യങ്ങൾക്കും ഇറക്കുമതി ചെയ്യേണ്ടതാണ്. അപ്പൊ അവർ സ്വാഭാവികമായിട്ട് പിന്മാറും. ഇതാണ് സാധാരണഗതി നടക്കുന്നത്. നമ്മളിപ്പോ കണ്ടതാണ് 34 ഷിപ്പുകൾക്ക് യുക്രൈനിൽ ഇപ്പൊ അവർ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് അത് പറയുന്നത് റഷ്യയുടെ പ്രോക്സി ഷിപ്പുകളാണെന്നാണ് പറയുന്നത്. വേറെ പല കമ്പനികളും റഷ്യ തുടങ്ങിയ ഷിപ്പുകളാണെന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏതായാലും എണ്ണ വാങ്ങൽ റഷ്യയുടെ നിന്ന് ഇന്ത്യ കുറയ്ക്കുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം അമേരിക്കയുടെ നിന്ന് എന്തായാലും കൂടുതൽ വാങ്ങാൻ ഇന്ത്യ താല്പര്യപ്പെടുന്നില്ല. നിലവിൽ അമേരിക്കയുടെ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നുണ്ട്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ട്, ഗ്യാസുകൾ ഉൾപ്പെടെയുള്ളവ നമ്മൾ വാങ്ങുന്നുണ്ട്. പക്ഷെ അത് റഷ്യയുടെ കട്ട് ചെയ്തുകൊണ്ട് അമേരിക്കയുടെ വാങ്ങുക എന്നുള്ളത് നടക്കില്ല. പക്ഷെ അവിടെയല്ല. ഇതിപ്പം ധനുഷ് പറഞ്ഞത് കണക്ക് അവിടെ ഏകകണ്ഠേനമാണ് അമേരിക്കയിൽ ഈ ബില്ല് പാസ്സായെന്നുള്ളതിനകത്ത് അത്ഭുതമൊന്നുമില്ല. കാരണം റഷ്യക്കെതിരെയാണ് ആ ബില്ല്, അതല്ലാതെ മറ്റൊരു രാജ്യത്തിനെതിരെ താരിഫ് അല്ലത്. കാരണം ഉക്രൈൻ വാറിനകത്ത് റഷ്യക്കെതിരെ ഉപരോധങ്ങൾ കടുപ്പിക്കണം എന്ന നിലപാടാണ് അവിടെ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും ഒക്കെ ഉള്ളത്. അല്ല റഷ്യന് അനുകൂലമായിട്ടൊരു നിലപാട് അവിടെ ഇല്ല. അപ്പൊ സ്വാഭാവികമായി തന്നെ ഏകകണ്ഠമായി തന്നെ ആ ബില്ല് പാസ്സാകുന്ന ബില്ല് തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ പോലെയാണ്. കേരളത്തിൽ BJPക്കെതിരെ അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ ബില്ല് വരുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചല്ലേ വോട്ട് ചെയ്യുന്നത്. കാരണം അതിനകത്ത് പ്രത്യേകിച്ച് അവർക്ക് തർക്കമോ സംശയങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് എന്താ പിണ്ണാക്കാണെന്ന് അവരാരും ചോദിക്കാറുമില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും ഈ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ഇതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഇതിന്റെ ഒരു കാഠിന്യം എനിക്ക് തോന്നുന്നത് ഈ വർഷം അവസാനം എങ്ങാണ്ട, ഓഗസ്റ്റിൽ, അടുത്ത മാസം ഓഗസ്റ്റിൽ ഈ ബില്ല് കൊണ്ടുവരും. ഓഗസ്റ്റ് 1-നോ ഓഗസ്റ്റ് 30-നോ എങ്ങാണ്ടാണ് ഈ ബില്ല് പാസ്സാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പുടിൻ അറ്റകൈ പ്രയോഗം എന്ന നിലയിൽ ഇത് കുറച്ചുകൂടി യുദ്ധം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യാപിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധം ജയിച്ചോ എവിടെയെങ്കിലും പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കില്ല, പകരം ട്രംപിന് പ്രഷർ കൊടുക്കുക എന്നുള്ള നിലയിലായിരിക്കും. ഒടുവിൽ ഈ ട്രംപ് അടക്കമുള്ളവർക്ക് ഇതിനകത്ത് കോംപ്രമൈസിലേക്ക് എത്തേണ്ടതായി വരും. കാരണം ഒരു രാജ്യത്തിന്റെ ഈ അളമുട്ടിയ ചേരയും കടിക്കും എന്ന് പറയുന്നത് അവരുടെ എല്ലാം വഴി അടച്ചു കഴിയുമ്പോൾ പിന്നെ അവരുടെ മുമ്പിൽ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ അവരൊരു മൂവ്മെന്റ്, അതാണ് ഇവർ പറയുന്നത്. ഈ നാറ്റോ മേധാവി റുട്ടെ അടക്കം പറയുന്ന കാര്യം, റുട്ടെ പറഞ്ഞ കാര്യം അതാണ്, ഏതു സമയവും ഒരു ലോക യുദ്ധം വരും, അതുകൊണ്ട് നാറ്റോ രാജ്യങ്ങളൊക്കെ എല്ലാം റെഡിയായിട്ടിരുന്നു എന്ന് പറയുന്നതിന്റെ കാര്യം ഇത് തന്നെ. ഇത് ഈ റഷ്യക്ക് ഒരുപാട് പ്രഷർ കൊടുക്കുമ്പോൾ റഷ്യ മാത്രമല്ല ബാധിക്കുന്നത്, അവിടുന്ന് എണ്ണ എടുക്കുന്ന ഇന്ത്യ ബാധിക്കുന്നുണ്ട്, ചൈനയെ ബാധിക്കുന്നുണ്ട്, ഈ മറ്റു രാജ്യങ്ങളെ ബാധിക്കും. കാരണം ഇന്ത്യക്കൊക്കെ ലോട്ടറി ആയിരുന്നു, അവിടുന്ന് എണ്ണ എടുക്കുക, ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, മറ്റു രാജ്യങ്ങളെ കയറ്റിവിടുക. അങ്ങനെ നമ്മളങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു സാധനം വരുന്നത്. റഷ്യയെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഇനി മുമ്പോട്ടുള്ള പോക്കും വളരെ പ്രയാസകരമായിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ അവരെന്ത് ചെയ്യും? ട്വിസ്റ്റ് ചെയ്യും, ആംഗിൾ മാറ്റി പിടിക്കും. അവർ സ്വാഭാവികമായും ഈ ചൈന തായ്വാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒരു പുറപ്പാട് നടത്തുകയും അതേസമയം തന്നെ ഏതെങ്കിലും ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ നാറ്റോ സഖ്യത്തിന്റെ ഏതെങ്കിലും ഒരു രാജ്യങ്ങൾക്കോ എതിരെ റഷ്യ ചെറിയ രീതിയിലെങ്കിലും ഒരു ആക്രമണം തുടങ്ങുകയോ ചെയ്താൽ ഈ കളി മുഴുവൻ മാറും. താരിഫും കാണത്തില്ല, നിരോധനം കാണത്തില്ല, പിന്നെ എങ്ങനെയെങ്കിലും ഇത് തീർക്കുക എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് ലോകം പോകും. കാരണം ഇത് ആർക്കും ലോകം യുദ്ധം ചെയ്യാൻ ആർക്കും താല്പര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എങ്ങനെങ്കിലും ഇത് കോംപ്രമൈസ് ആകണം. ആ കോംപ്രമൈസ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിരോധനം നിലനിൽക്കുന്ന കാര്യമല്ല. ആ നിലയിലേക്കായിരിക്കും ഇതിന്റെ ഒരു ക്ലൈമാക്സ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം
അതല്ലാതെ വേറെ വഴി ഇതിനകത്ത് മൂന്നാമതൊരു വഴിയില്ല. നമുക്ക് ഏതെങ്കിലും ഒരു വഴി വേണ്ടേ നമുക്കിത് പ്രശ്നം അവസാനിപ്പിക്കാൻ? അല്ലാതെ മൂന്നാമതൊരു വഴിയില്ല. കാരണം ഈ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് അനവധി വഴികൾ ഉണ്ടായിരുന്നു. വഴികൾ ട്രംപ് ഏകദേശമൊക്കെ അതിന് സഹായകരമായി തന്നെ നിന്നിട്ടുണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സെലൻസ്കിയോടൊക്കെ വിളിച്ച് പക്ഷെ സെലൻസ്കിയെ കുത്തിത്തിരിപ്പിച്ചുകൊണ്ട് ഈ യുദ്ധത്തിലേക്ക് മറ്റു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ സെലൻസ്കിയെ തള്ളിവിടുകയായിരുന്നു ചെയ്തത്. ആ പാവം പിടിച്ചവൻ പോയിട്ട് ഇപ്പം പണി കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇപ്പൊ അമേരിക്കയ്ക്കും അതിൽ നിന്ന് ഊരാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോഴും അവർ ആയുധങ്ങളും മറ്റും കൊടുത്തു. ഇങ്ങനെ നിൽക്കുന്നു അതിന്റെ കാര്യങ്ങളും. ഈ ഒരു വിഷയം എങ്ങനെ നിൽക്കുന്നു. അപ്പം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ നടത്തുന്ന എല്ലാ നീക്കങ്ങളും. നമ്മളിപ്പോൾ അർജന്റീനയെ പോയത് അവിടുത്തെ ലിഥിയം ശേഖരത്ത് നോക്കിക്കൊണ്ട് തന്നെയാണ്. അവിടുന്ന് ആ ഒരു കരാറാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം നാളെ ഒരു യുറേനിയം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. നമ്മുടെ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ മറ്റ് ഊർജ്ജ സ്രോതസ്സുകൾ പ്രവർത്തിക്കുന്നതിനൊക്കെ ഊർജ്ജം ആവശ്യമാണ്. അപ്പൊ ഈ യുറേനിയത്തിന്റെ ഈ ഒരു അളവ് നമുക്കത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. അപ്പൊ അതിനെ അനുസ്യൂതം കിട്ടാനുള്ള കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം. ചൈന കഴിഞ്ഞ ദിവസം ആയിരുന്നു ഈ റയർ മെറ്റൽസ് ഇന്ത്യക്ക് തരില്ല എന്ന് പറഞ്ഞു. നമ്മൾ 3 രാജ്യങ്ങളുമായിട്ട് അതിനുവേണ്ടി കരാർ ഒപ്പുവെച്ചു. ഓസ്ട്രേലിയ, ബ്രസീൽ, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് നമ്മൾ റയർ മെറ്റീരിയൽസിന്റെ കരാറോട് ഒപ്പുവെച്ചു. കാരണം അത് നമുക്ക് കണ്ടിന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വാഹന വിപണി നടക്കും. അതുപോലെ നമ്മുടെ വ്യവസായങ്ങൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകാൻ പാടില്ല. ഇതിന് വേണ്ടിയിട്ടുള്ള യുറേനിയം നമുക്ക് അനിവാര്യമാണ്. ആ യുറേനിയം അനിവാര്യമാണ് എങ്കിൽ നമുക്ക് വേറൊരു സോഴ്സ് കൂടെ കാണണം. എണ്ണ എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ടെൻഷൻ ഇല്ലാതിരിക്കുന്നത്? നമ്മൾ ഇന്ന് 40ഓളം രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വിലയുടെ കാര്യത്തിൽ ബാർഗൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് എണ്ണയുടെ കാര്യത്തിൽ ബുദ്ധിമുട്ട് വരുന്നില്ല. അവിടെയാണ് ഇതിന്റെ ഒരു വിഷയം വരുന്നത്. റഷ്യയെ സംബന്ധിച്ച് അതല്ല. അവരുടെ ഈ സാധനങ്ങൾ അവർ എവിടെ അവർക്ക് ആകെയുള്ള അവരുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് തന്നെ യുറേനിയവും ഓയിലുമാണ്. അതുകൊണ്ടാണ് അവർ മുൻപോട്ട് പോകുന്നത്. അത് അവർ എവിടെ കൊണ്ടുവന്ന് വിൽക്കും? ആ ഒരു സാഹചര്യത്തിലേക്ക് അവർ നീങ്ങുമ്പോൾ അവരുടെ മുമ്പിലുള്ള പിന്നൊരു വഴി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളെ അടിക്കുമ്പോൾ ഇത് പ്രശ്നമാകുമ്പോൾ സ്വാഭാവികമായി അമേരിക്ക ഉൾപ്പെടെ ഇടപെടുകയും കോംപ്രമൈസിലേക്ക് പോകാനും സാധ്യത കൂടുതലാണ്. ഐക്യരാഷ്ട്രസഭയൊക്കെ ഇടപെടും, പലരും ഇടപെടും, കോംപ്രമൈസിന് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യണമല്ലോ. അതല്ലാതെ ഞാൻ പറയുന്നത് മാത്രം കേട്ടുകൊണ്ട് കോംപ്രമൈസ് ഒരിക്കലും ഒന്നും നടക്കില്ല. ആ ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതിന്റെ സാധ്യതയാണ് കൂടുതൽ. ഇത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം മാർക്ക് റൂട്ടെ നാറ്റോ മേധാവി പറഞ്ഞത് ഏതു സമയം ഒരു യുദ്ധം ഉണ്ടാകും. അതിന്റെ കാരണം ആദ്യം ചൈന തായ്വാനെ പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തും. കാരണം നിലവിൽ ഇപ്പൊ തന്നെ തായ്വാനെ വളഞ്ഞിട്ട് അവരുടെ ഷിപ്സ് ഒക്കെ കിടപ്പുണ്ട്. അപ്പം നടക്കും. ഈ സമയം നോക്കി റഷ്യ ഏതെങ്കിലും ഒരു യൂറോപ്യൻ യൂണിയനെ ആക്രമിക്കും. അപ്പൊ നാറ്റോ സഖ്യം മുഴുവൻ അങ്ങോട്ടേക്ക് തിരിയേണ്ടി വരും. ഇതിൻ്റെ ഇടയ്ക്ക് 2 മുഖങ്ങൾ തുറക്കും. അത് ചെറിയ ചില്ലറക്കാരുമായിട്ടല്ല നമ്മൾ ഏറ്റുമുട്ടുന്നത്. ഒരിടത്ത് റഷ്യയും ഒരിടത്ത് ചൈനയുമാണ്. ഇവർ രണ്ടും മാത്രമാണെന്നും കരുതരുത്. ഇവർക്ക് പിന്നിൽ പല രാജ്യങ്ങൾ അണിനിരക്കുകയും ചെയ്യും. അതൊരു ലോകമഹായുദ്ധമായിട്ട് പോകും. അത് കരുതിയിരിക്കുക എന്ന് പറഞ്ഞു. ട്രംപ് ഇതേ രീതിയിലൊക്കെ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ ക്രെഡിറ്റ് ഇത് തന്നെയായിരിക്കും. യുദ്ധം ഉണ്ടാക്കിയത് തീ കൊളുത്തിട്ട് പുള്ളി പോകും. ഈ നോബൽ പ്രൈസ് കിട്ടുമെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും. ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഏറ്റവും അവസാനം ഞാനാണ് ഇതെല്ലാം തീർത്തതെന്ന് പറഞ്ഞ് പുള്ളി രംഗത്തൊന്ന് നോബൽ പ്രൈസ് ചിലപ്പോൾ ഒരു വർഷം മേടിച്ചെന്നിരിക്കാം. ഏതായാലും ഇദ്ദേഹമായിരിക്കും ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു വഴി തുറന്നിടുന്ന വ്യക്തി, മൂലബിന്ദു. ഇനിയിപ്പോ ഒരു ഇന്ത്യ പാക് സംഘർഷം ഉണ്ടായാലും അതിന്റെ പിന്നിലും ഈ ട്രംപിന്റെ കാഞ്ഞ ബുദ്ധി തന്നെ ആയിരിക്കും. കാരണം ഒരുപക്ഷെ നമ്മൾ ഈ കരാറിനൊക്കെ ഒപ്പിടുന്ന ഇച്ചിരി കാണുന്ന നാളെ ചിലപ്പോൾ അങ്ങനെ ചെയ്തുകൂടായികയില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ഒരുപാട് ബിസിനസ് താല്പര്യങ്ങൾ പാകിസ്ഥാനുമായിട്ടുണ്ട്, ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടൊക്കെ. അദ്ദേഹത്തിന്റെ മകളും വരുമാനമുണ്ട്. അപ്പൊ അതെന്തായാലും കളഞ്ഞു കുളിക്കാൻ പുള്ളി തയ്യാറാകത്തില്ല. ഇന്ത്യ ഒരുപാട് ചൈനയുടെ പുറകെ പോവാ, ചൈന ഇന്ത്യയും കൂടെ അടുപ്പിക്കാനുള്ള ശ്രമം നടത്തുക. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹം ഇരിക്കുന്നിടത്തോളം കാലം എന്തും സംഭവിക്കാം. മാർക്ക് റൂട്ട് പറഞ്ഞതുപോലെ ഏത് നിമിഷവും അല്ലെങ്കിൽ ഏത് സമയവും. അദ്ദേഹം പറഞ്ഞത് 2027 മുമ്പെന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് ജർമ്മൻ ചാൻസലർ പറഞ്ഞില്ലേ? അതിനു മുമ്പ് ഈ നാറ്റോയുടെ സംയുക്ത സൈനിക മേധാവി പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ അവരെല്ലാവരും ഇപ്പം 2% അവരുടെ ആയുധ ബഡ്ജറ്റ് കൂട്ടണമെന്ന് ഇപ്പൊ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളും. കൂട്ടി സ്വന്തമായിട്ട് ആയുധങ്ങൾ എല്ലാ ലോകരാജ്യങ്ങളും ഇപ്പൊ വളരെ ധൃതി പിടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇറാൻ ചൈനയുടെ കുറെ മിസൈലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും വലിയ രീതിയിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നുണ്ട്. അതാണ് ഒരു യുദ്ധം എല്ലാവരും കാണുന്നുണ്ട് മുന്നിൽ. നമ്മുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ പറഞ്ഞു, ലോകമഹായുദ്ധം എപ്പോഴും സംഭവിക്കാം, അതിനുള്ള സാധ്യതകൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നു. കാരണം ഇപ്പൊ നിൽക്കുന്ന യുദ്ധങ്ങൾ ഏതെങ്കിലും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയോ ഇല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും യുദ്ധം തുടങ്ങാനുള്ള സാധ്യതകളോ ഉണ്ട്. അപ്പൊ എല്ലാവരും ഇത് തന്നെ പറയുന്നു. സ്വാഭാവികമായി തന്നെ ഈ ട്രംപ് ആയിരിക്കും അതിനൊരു വഴിമരുന്നിടുന്ന വ്യക്തി എന്നാണ് നമുക്ക് തോന്നുന്നത്.